Hello friends, welcome to SAT, St. Augustine Tuition Center, free education to all. Thank you. Please subscribe to our YouTube channel for new updates and also visit for lecture notes staugustintuition.blogspot.in. സമാന്തര ശ്രേണികൾ SSLC Maths Chapter 1. നമ്മൾ ഒന്നാമത്തെ വീഡിയോ പാർട്ട് 1ൽ സമാന്തര ശ്രേണികൾ എന്താണെന്ന് പഠിച്ചു. ദയവായി ആ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്നാൽ എന്താണെന്നാണ്. ഓക്കെ, നോക്കൂ, ഇവിടെ 3 ശ്രേണികൾ തന്നിട്ടുണ്ട്. ഇത് സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന് എനിക്ക് പരിശോധിക്കാം. എങ്ങനെ പരിശോധിക്കും? എന്താണ് സമാന്തര ശ്രേണി എന്ന് നമുക്കറിയാം. എന്താണ്? ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ഒരു ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഇപ്പം ഇവിടെ നമുക്ക് ഈ ശ്രേണിയിൽ 4 പദങ്ങൾ നൽകിയിട്ടുണ്ട്, 4 ടേംസ്. നമുക്ക് ആദ്യത്തെ ടേംസിനെ എ എന്ന് പേര് കൊടുക്കാം, രണ്ടാമത്തെ ടേംസിനെ A2, മൂന്നാമത്തെ ടേമിനെ A3, നാലാമത്തെ ടേമിനെ A4. ഓക്കെ, ഇത് സമാന്തര ശ്രേണി ആകണമെങ്കിൽ ആദ്യത്തെ 2 ടേമുകൾ, ആദ്യത്തെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതെന്തായിരിക്കണം? തുല്യമാകണം. നോക്കിക്കോളൂ, ആദ്യത്തെ പദം രണ്ടാമത്തെ പദം 6 മൈനസ് ആദ്യത്തെ പദം 3, ഉത്തരം 3. ഇനി മൂന്നാമത്തെ പദം 9 മൈനസ് രണ്ടാമത്തെ പദം 6, ഉത്തരം 3. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കാം, 12 മൈനസ് 9, ഉത്തരം 3. കണ്ടോ? അങ്ങനെ തൊട്ടടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ അത് ഒരേ സംഖ്യ തന്നെ കിട്ടി. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. നമുക്കിനി ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ ടേംസിൽ പറയാം. അതായത് നമ്മളിപ്പോൾ ചെയ്തത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താ? രണ്ടാമത്തെ പദം A2 മൈനസ് ആദ്യത്തെ പദം A. നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് 9 ൽ 6 കുറച്ചപ്പോൾ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചു. മൂന്നാമത്തെ പദം A3 മൈനസ് രണ്ടാമത്തെ പദം A2 സമം. അത് നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി? അപ്പോഴും 3 കിട്ടി. ഇനി 12ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്തത്? ശരിക്കും A4 A4ൽ നിന്നും A3 കുറച്ചു, A4 മൈനസ് A3. അപ്പോഴും നമുക്ക് എന്താണ്? ഒരു സംഖ്യ തന്നെ കിട്ടി. കണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 3 വീതമാണ് ഇവിടെ കൂടിപ്പോകുന്നത്. ആ വീതം എത്ര വീതം കൂടിപ്പോകുന്നു ആ സംഖ്യ, ആ സ്ഥിരസംഖ്യ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എന്താണ്? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? അപ്പൊ ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എപ്പോഴും എല്ലാവരുടെയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കണ്ടോ? ഇനി മാത്തമാറ്റിക്സിന്റെ ടേംസിൽ നമ്മൾ ഇത് എങ്ങനെ പരിശോധിക്കും നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശ്രേണി വന്നിട്ട് ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം D1 കണ്ടുപിടിക്കണം. എന്താണ് ഈ D1? D1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തെ പദം കുറയ്ക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം 3ഉം 6ഉം തമ്മിൽ. നമുക്ക് ചെയ്യാം. 6 മൈനസ് 3, ഉത്തരം എന്താ? 3. ഓക്കെ, പിന്നെ നിങ്ങൾ D2 കണ്ടെത്തണം. എന്താണ് D2? മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. മൂന്നാമത്തെ പദം 9 മൈനസ് രണ്ടാമത്തെ പദം 6, എത്ര കിട്ടി? ഉത്തരം 3. വേണമെങ്കിൽ D3 ചെയ്ത് നോക്കാം, എന്തായാലും 2 റൺ ചെയ്താൽ മതി. അപ്പോൾ D1 ഈസ് ഈക്വൽ ടു D2 എന്ന് കിട്ടി. കണ്ടോ? D1ഉം 3, D2 3. അപ്പോൾ 2 സ്ഥലത്തെയും വ്യത്യാസം ഒരേപോലെ ആയതുകൊണ്ട് നമ്മൾ അതിനെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. മനസ്സിലായോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 4 7 10. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് D1 കണ്ടുപിടിക്കാം. D1 ഈസ് ഈക്വൽ ടു 4 മൈനസ് 1, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറച്ചു, ഉത്തരം 3. അതുപോലെ D2 ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം, 7 മൈനസ് 4, ഉത്തരം 3. കണ്ടോ? അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? D1 സമമാണ് എന്ത്? D2. അതുകൊണ്ട് ഇതും ഒരു സമാന്തര ശ്രേണി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കണക്ക് നോക്കാം. ഇവിടെ D1 പൊതുവ്യത്യാസം D1 ഈസ് ഈക്വൽ ടു 5 മൈനസ് 2,
5 മൈനസ് 2. ശ്രദ്ധിക്കണം, രണ്ടാമത്തെ പദത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ പദമാണ് കുറയ്ക്കേണ്ടത് കേട്ടാ. അല്ലാണ്ട് ആദ്യത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കരുത്, അങ്ങനെ വന്നാൽ തെറ്റിപ്പോവും. 5 മൈനസ് 2 എത്രയാണ്? 3. അതേപോലെ D2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8ൽ നിന്ന് 5 കുറയ്ക്കുക. ഉണ്ടാ, ഒരു പദത്തിൽ നിന്ന് അതിന്റെ മുന്നിലത്തെ പദമാണ് കുറയ്ക്കേണ്ടത്. 8 മൈനസ് 5, അതും എന്ത് കിട്ടി? 3. അപ്പൊ നമുക്ക് മനസ്സിലായി D1 സമമാണെന്ത്? D2. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ശ്രേണിയും എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ എന്താണ് ഈ D1 അല്ലെങ്കിൽ D2 അല്ലെങ്കിൽ D? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊതു വ്യത്യാസം. അപ്പോൾ ഒരു സംഖ്യ തന്നെ കൂടി പോകുന്ന ശ്രേണി സമാന്തര ശ്രേണി. ആ കൂടി പോകുന്ന സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പൊതു വ്യത്യാസം. ഓക്കെ. In an arithmetic sequence, if we subtract any number from the number just after it, we get the same number. കണ്ടോ, നമ്മൾ തൊട്ടടുത്തുള്ള രണ്ട് പദങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരേ സംഖ്യ തന്നെ കിട്ടും. This number is called the common difference, കണ്ടോ, of the arithmetic sequence. സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. In other words, common difference is the number repeatedly added to get the numbers in an arithmetic sequence. നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംഖ്യയാണ് എന്ത്? കോമൺ ഡിഫറൻസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ D. ഓക്കെ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏതു സംഖ്യയിൽ നിന്നും തൊട്ടുപുറകിലുള്ള സംഖ്യ കുറച്ചാൽ കിട്ടുന്ന ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. കണ്ടോ, തൊട്ടുപുറകിലുള്ള സംഖ്യ നമുക്ക് കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ. ഈ സംഖ്യയെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം, കണ്ടോ, കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അതായത് സമാന്തര ശ്രേണിയിലെ സംഖ്യകൾ കിട്ടാൻ വീണ്ടും കൂട്ടിക്കൂടുന്ന സംഖ്യയാണ് പൊതുവ്യത്യാസം. ഇപ്പൊ നോക്കിയേ, 1 അതിനോട് 3 കൂട്ടിയപ്പോൾ 4, വീണ്ടും 3 കൂട്ടിയപ്പോൾ 7. കണ്ടോ, അപ്പൊ സമാന്തര ശ്രേണിയിൽ അടുത്ത പദം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും 3 കൂട്ടും. അപ്പൊ എത്രയാണ്? 10. കണ്ടോ, അങ്ങനെ കണ്ടോ, വീണ്ടും കൂട്ടുന്ന സംഖ്യയാണെന്ത്? പൊതുവ്യത്യാസം. ക്ലിയർ? മനസ്സിലായോ? ഇനി നമുക്ക് പൊതുവ്യത്യാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കണക്കുകൾ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കൂ, the multiples of 2 written in order give 2, 4, 6, 8. Is this an arithmetic sequence? What about the powers 2, 4, 8, 16 of 2? രണ്ടിന്റെ ഗുണിതങ്ങൾ 2, 4, 6, 8 എന്നിങ്ങനെ ക്രമമായി എഴുതിയാൽ ഒരു സമാന്തര ശ്രേണിയാണോ? രണ്ടിന്റെ കൃതികളായ 2, 4, 8 ആയാലോ? ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം. 2, 4, 6, 8 ഇതാണ് ഒരു ശ്രേണി. അതിന്റെ പൊതുവ്യത്യാസം D1 കണ്ടെത്താം. സോ D1 is equal to രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുക. അപ്പൊ 4 മൈനസ് 2 is equal to 2. ഓക്കെ. ഇനി നമുക്ക് D2 കാണാം. D2 is equal to മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. അതായത് 6 മൈനസ് 4 സമം 2. നോക്കൂ, D1ഉം 2, D2ഉം 2. ദാറ്റ് മീൻസ് D1 is equal to D2. അപ്പൊ ഈ ഒന്നാമത്തെ കണക്ക് 2, 4, 6, 8 എന്ന് പറയുന്ന ശ്രേണി ഒരു സമാന്തര ശ്രേണിയിലാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2, 4, 8 ഇവിടെ നമുക്ക് D1 കണ്ടുപിടിക്കണം. D1 is equal to രണ്ടാമത്തെ പദം 4 മൈനസ് ആദ്യത്തെ പദം 2 is equal to 2. ഓക്കെ. നമുക്ക് D2 കാണാം. D2 is equal to മൂന്നാമത്തെ പദം 8 മൈനസ് രണ്ടാമത്തെ പദം 4, അതായത് 4. ഇപ്പൊ എന്താ കിട്ടിയത്? D2 4 കിട്ടി, D1 2 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? D1 നോട്ട് ഈക്വൽ ടു D2. ഈ ശ്രേണി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണി അല്ല. അപ്പോ ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഇതൊരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ. അടുത്ത കണക്ക് നോക്കാം. Dividing the natural numbers by 2, we get 1/2, 1, 3/2, 2. Is this an arithmetic sequence? എണ്ണൽ സംഖ്യകളെ ക്രമമായി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 1/2, 1, 3/2, 2 എന്നീ സംഖ്യകളാണല്ലോ. ഇത് സമാന്തര ശ്രേണിയാണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എണ്ണൽ സംഖ്യകളെ ഗുണിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ പദം 1/2, രണ്ടാമത്തെ പദം 1, മൂന്നാമത്തെ പദം 3/2, നാലാമത്തെ പദം 2. അപ്പൊ നമുക്ക് D1 കണ്ടുപിടിക്കാൻ. D1 എവിടെ വരും? ഇവിടെ വരും അല്ലേ? അപ്പൊ D1 ഈക്വൽ ടു രണ്ടാമത്തെ പദം അത് എത്രയാണ്? 1 മൈനസ് ആദ്യത്തെ പദം എത്രയാണ്? 1/2. അപ്പൊ ഇവിടെ ഇത് ബുദ്ധിമുട്ടായി തോന്നുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു സംഖ്യയിൽ നിന്ന് നമുക്ക് ഭിന്നസംഖ്യ കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ ഭിന്നസംഖ്യയിൽ നിന്ന് മാത്രമേ ഭിന്നസംഖ്യ കുറയ്ക്കാൻ പറ്റൂ. അപ്പൊ ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടി
ഇവിടെ ഭിന്നസംഖ്യ അല്ലല്ലോ, ഇത് 1 എന്ന് പറഞ്ഞ ഭിന്നസംഖ്യ അല്ല, ആക്കാൻ വേണ്ടി താഴെ ഒരു 1 ഇട്ട് കൊടുക്കുക. നമുക്ക് ഏതൊരു സംഖ്യയുടെയും താഴെ എന്തിട്ട് കൊടുക്കാൻ പറ്റും? 1 ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനിയും നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല, കാരണം കുറയ്ക്കണമെങ്കിൽ താഴെയുള്ള സംഖ്യകൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ എന്തിന്റെ കുറവുണ്ട്? ഒരു 2ന്റെ കുറവുണ്ട്. അപ്പൊ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. മനസ്സിലായോ? മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. താഴെ എന്ത് ചെയ്താലും അത് മുകളിലും ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ മുകളിൽ 1 × 2 എത്ര കിട്ടി? 2 - 1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം 2 എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? ദ ആൻസർ ഈസ് 1/2. ഓക്കെ. ഇനി വേറൊരു മെത്തേഡ് ഉണ്ടായത് നമ്മളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. നമുക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻ എഴുതാം. എന്താണ്? 1ൽ നിന്ന് എന്ത് കുറയ്ക്കണം? അര കുറയ്ക്കണം. അപ്പൊ നമുക്ക് 1ന്റെ താഴെ 1 ഇടാം. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഈ 2 കൊണ്ട് ഈ മുകളിലത്തെ 1നെ ഗുണിക്കാം. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് 1 × 2. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് -1 × 1. ഈ നടുവിലത്തെ മൈനസ് ഇടാൻ മറക്കരുത് കേട്ടോ. ഡിവൈഡഡ് ബൈ ഇവർ തമ്മിൽ താഴെയുള്ളത് 1 × 2. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. 1 × 2 2 കണ്ടോ? 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 2 2 കണ്ടോ? അപ്പൊ ആൻസർ എന്ത് കിട്ടി? D1 = 1/2. നമുക്ക് D2 കാണാം. D2 = ഇവിടെ മൂന്നാമത്തെ പദത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ പദം കുറയ്ക്കണം. അപ്പോ 3/2 - 1 കണ്ടോ? വീണ്ടും കണ്ടോ? ഇവിടെ ഭിന്നസംഖ്യ അല്ല. അപ്പൊ ഭിന്നസംഖ്യ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ താഴെ 1 കൊണ്ട് ഹരിക്കണം. ക്ലിയർ? ഇനി ഇവിടെ താഴെ 2 ആണ്, ഇവിടെ 2 അല്ല 1 ആണ്. അപ്പൊ 2 ആക്കാൻ നമ്മൾ 2 കൊണ്ട് മുകളിലും ഗുണിക്കുക, താഴെയും ഗുണിക്കുക. അപ്പൊ ഇവിടെ എന്താവും? ഇത് 3/2 - 2/2 കണ്ടോ? അതായത് ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ നമുക്ക് 3 - 2/2 കണ്ടോ? എന്നുവെച്ചാൽ എത്രയാണ്? 1/2. അപ്പോ D2 ഉം D1 ഉം സെയിം ആണ്. അതായത് D1 = D2. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. മനസ്സിലായോ? ക്ലിയർ? നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. In an arithmetic sequence got by adding 1/4 to itself repeatedly, does the number 10 occur anywhere? What about 11? 4-1 4-1 തന്നെ ആവർത്തിച്ചു കൂട്ടി കിട്ടുന്ന സമാന്തര ശ്രേണിയിൽ എവിടെയെങ്കിലും 10 ഉണ്ടാകുമോ? 11. ഇത് നമുക്ക് ഫോർമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ ഫോർമുല ഒന്നും പഠിച്ചിട്ടില്ല, ഇപ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മെത്തേഡ് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കണ? 4-1 4-1 തന്നെ കൂട്ടിപ്പോകുന്നു. അപ്പോൾ ആദ്യത്തെ പദം എന്താ? 4-1 ആണ്. ഓക്കെ. രണ്ടാമത്തെ പദം കാണാൻ, A2 കാണാൻ നമുക്ക് ആദ്യത്തെ പദമായ 4-1 വീണ്ടും 4-1 കൂട്ടണം. അപ്പൊ 4 നോക്കിയേ, രണ്ടുപേരുടെയും താഴെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പൊ മുകളിലത്തെ സംഖ്യ കൂട്ടാം. 2/4 കണ്ടോ? ഇവിടെ താഴത്തെ 4 ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ 4. അപ്പൊ രണ്ടാമത്തെ പദം എന്താണ്? 2/4 കോമ. ഇനി മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാം. മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ A3ക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ പദത്തിനോട് വീണ്ടും 4-1 കൂട്ടണം. കാരണം 4-1 4-1 തന്നെയാണ് ആവർത്തിച്ച് കൂടി പോകുന്നത്. അപ്പൊ പൊതു വ്യത്യാസം 4-1 ആണ്. 2/4 പ്ലസ് 1/4. അപ്പോഴോ 3/4 കണ്ടോ? അപ്പൊ ഇനി 3/4 1/4 കൂട്ടിയാലോ 4/4. വീണ്ടും 1/4 കൂട്ടിയാലോ 5/4 കണ്ടോ? അങ്ങനെ അത് പോകും. ചോദ്യം എന്താണ്? ഇങ്ങനെ പോയാൽ 10 എവിടെയെങ്കിലും വരുമെന്നാണ് ഈ ശ്രേണിയിൽ. നോക്കൂ, ഇവിടെ തന്നെ 1 4/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 1 വന്നിട്ടുണ്ട് കണ്ടോ? ഇതേപോലെ 10 വരുമെന്നാണ് ചോദ്യം. 10 വരും. നോക്കിയേ, 40/4 എപ്പോഴെങ്കിലും വരുമല്ലോ, 40 കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പൊ 40/4 എത്ര വരാ? 10 കണ്ടോ? ഇനി 11 വരുമോ? 11 വരും. നോക്കൂ, 44/4 വരുമല്ലോ. അപ്പൊ അത് രണ്ട് വെട്ടി കളയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 11. അങ്ങനെ എല്ലാ എണ്ണൽ സംഖ്യകളും ഈ ശ്രേണിയിൽ വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The reciprocal of the natural numbers in order give 1, 1/2, 1/3, etc. Is it an arithmetic sequence? എന്താ പറഞ്ഞേക്കണ? എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങൾ 1, 1/2, 1/3 എങ്ങനെ ക്രമമായി എഴുതിയാൽ അതൊരു സമാന്തര ശ്രേണിയാണ്. ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ പരിശോധിക്കാന്നുള്ളത്. നമുക്ക് D1 കണ്ടുപിടിക്കാം. D1 = 1/2
മൈനസ് 1. അപ്പം എന്ത് ചെയ്യണം നമ്മൾ? 1/2 മൈനസ് ഈ 1ന്റെ താഴെ ഒരു 1 ഇടാം. ഈ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ഡിവൈഡ് ബൈ 2. അതായത് 1 മൈനസ് 2 എത്രയാണ്? -1 ഡിവൈഡ് ബൈ 2. ഇതെങ്ങനെ ചെയ്യാം? വലുതിൽ നിന്ന് ചെറിയ സംഖ്യ കുറിച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കാം. നമുക്ക് d2 ചെയ്യാം. d2 കണ്ടുപിടിക്കാൻ ഇവർക്കിടയിൽ കണ്ടോ, 1/3 മൂന്നാമത്തെ പദത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ പദം കുറയ്ക്കണം, -1/2 കണ്ടോ. ഇവിടെ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്. 2നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 2 മൈനസ് ഈ 3നെ ഇപ്പുറത്ത് 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 3 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിൽ ഗുണിക്കുക. അപ്പൊ എന്താണ്? 3 × 2 ഇസ് ഈക്വൽ ടു 2 മൈനസ് 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/6. നോക്കൂ, d1 എന്ന് പറഞ്ഞാൽ -1/2, d2 എത്രയാണ്? -1/6. അതിന്റെ അർത്ഥം എന്താ? d1 നോട്ട് ഈക്വൽ ടു d2. d1 ഉം d2 ഉം സെയിം അല്ല. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Write down the sequence of the differences subtracting the larger from the smaller of consecutive perfect squares. Is it an arithmetic sequence? അടുത്തടുത്ത രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസത്തിന്റെ, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചതിന്റെ ശ്രേണി എഴുതുക. ഇതൊരു സമാന്തര ശ്രേണിയാണോ? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? അടുത്തടുത്ത രണ്ട് പൂർണ്ണവർഗങ്ങൾ. ഇപ്പൊ നോക്കൂ, 1 × 1 ഇസ് ഈക്വൽ ടു 1. ഇതൊരു പൂർണ്ണവർഗമാണ്. 2 × 2 സമം 4. 4 ഒരു പൂർണ്ണവർഗമാണ്. 3 × 3 സമം 9. അതും ഒരു പൂർണ്ണവർഗമാണ്. 4 × 4 16. അതും ഒരു പൂർണ്ണ വർഗമാണ്. അപ്പൊ പൂർണ്ണവർഗങ്ങളുടെ ശ്രേണി എഴുതിയ 1, 4, 9, 16, 25 അങ്ങനെ പോകും. അവർ പറഞ്ഞേക്കണ എന്താ? അടുത്തടുത്ത രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസത്തിന്റെ, അതായത് വലുതിൽ നിന്ന് ചെറുത്. അപ്പൊ അടുത്തടുത്ത രണ്ട് പൂർണ്ണവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഉം 4 ഉം. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4ൽ 1 പോയാൽ 3, 4 9 കുറച്ച് കഴിഞ്ഞാൽ 5, 9 16 കുറച്ച് കഴിഞ്ഞാൽ എത്രയായിട്ടാ? 7, 16 25 കുറച്ചാൽ 9. അങ്ങനെ പോകും. കണ്ടോ? വ്യത്യാസത്തിന്റെ വലുതിൽ നിന്ന് ചെറുത് കുറച്ചതിന്റെ ശ്രേണി എഴുതുക. ഓക്കെ, നിങ്ങൾ ശ്രേണി എഴുതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതൊരു സമാന്തര ശ്രേണിയാണോ? നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന 3, 5, 7, 9 ഒരു സമാന്തര ശ്രേണിയാണോ? എങ്ങനെ പരിശോധിക്കും? d1 സമം 5ൽ നിന്ന് 3 കുറയ്ക്കുക. 5 മൈനസ് 3 സമം 2. അടുത്തത് d2 സമം എന്താണ്? 7ൽ നിന്ന് 5 കുറയ്ക്കുക. എന്താണ്? 7 മൈനസ് 5 സിക്കൽ എത്രയാണ്? അഗെയിൻ 2. കണ്ടോ? അപ്പൊ d1 ഉം d2 സെയിം ആണ്. d1 is equal to d2. ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ, താങ്ക് യു. Please visit next part.